Welcome back to our channel Anu and in News World. July 5 ബഷീർ ചരമദിനം. ഇതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ വക കുറച്ച് ക്വസ്റ്റ്യൻസ് ആയാലോ? ഇന്ന് പിടിച്ചോ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ നോവൽ ഏത്? ബാല്യകാലസഖി. ബഷീറിന്റെ ഏത് കഥയാണ് ഭാർഗവ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമാക്കിയത്? നീലവെളിച്ചം. മതിലുകൾ എന്ന സിനിമയിലെ നായകൻ ആര്? മമ്മൂട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്ത്? ഫാബി ബഷീർ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ പ്രശസ്തമായ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ രചിച്ച ഏക നാടകം ഏത്? കഥാബീജം. ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത്? ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ആദ്യ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേം പാറ്റ. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാങ്കോസ്റ്റിൻ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഏത് കഥയിലൂടെയാണ് ബഷീർ നമുക്ക് പറഞ്ഞു തരുന്നത്? ഭൂമിയുടെ അവകാശികൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഒന്നും ഒന്നും ഇമ്മിണി വല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാലസഖി. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം 1994. ബഷീർ പുറത്തിറക്കിയ പത്രത്തിന്റെ പേരെന്ത്? ഉജ്ജീവനം. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീർ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. ബഷീർ മാല എന്ന കൃതിയുടെ കർത്താവ് ആര്? M.N. കാരശ്ശേരി. ഉപ്പുപ്പാന്റെ കുഴിയാനകൾ മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനെ അധികരിച്ച് M.B. രഘുനാഥൻ നായർ രചിച്ച പുസ്തകമാണ് ഇത്. ഏതു സാഹിത്യകാരനെ? വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച്. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏത്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിനെ സുൽത്താൻ എന്നു വിളിച്ചത് ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ചെങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഏതാണത്? ഒഴിഞ്ഞ വീട്. ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിന് ആണ് ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്. വൈലാലിൽ വീട് മലയാളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരന്റെ വീട്ടുപേരാണ്. ആരുടെ വീട്ടുപേരാണിത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ഭാർഗവി നിലയം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? വിൻസെന്റ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.